പ്രിയപ്പെട്ട സുഹൃത്തെ നമസ്കാരം. ഇന്ന് ഡിസംബർ 16 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജൈഡിസ് കറണ്ട് അഫേഴ്സ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകൾ നമ്മൾ എന്നും അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ പരീക്ഷകളിലും എവിടെയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. ജൈഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഒരു ന്യൂസ് ഹെഡിംഗ് ആണ്: നിതിൻ ഗഡ്കരി നെയിംസ് 4 ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ഹയസ്റ്റ് നമ്പർ ഓഫ് റോഡ് ആക്സിഡന്റ്. ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളെ നിതിൻ ഗഡ്കരി അറിയിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് ആണ് കഴിഞ്ഞ വെള്ളിയാഴ്ച. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് 2013 മുതൽ 2022 വരെ അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ച സംസ്ഥാനം ഏതാണ്? കഴിഞ്ഞ 2013 മുതൽ 2022, അതായത് 10 വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ റോഡ് അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് ഉത്തർപ്രദേശ് ആണ്. 2ാം സ്ഥാനത്താണ് തമിഴ്നാട്, 3ാം സ്ഥാനത്ത് മഹാരാഷ്ട്ര, 4ാം സ്ഥാനത്ത് മധ്യപ്രദേശ്. ഉത്തർപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. ഇതിൽ ഏതാണ്ട് 60% മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് 18നും 34 വയസ്സിനും ഇടയിലാണ്. 1,78,000 പേരാണ് റോഡ് ആക്സിഡന്റിൽ മരിച്ചിട്ടുള്ളത്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ പ്രായമായവർ റോഡ് അപകടങ്ങൾക്ക് ഇരയാകുന്ന സംസ്ഥാനം ഏത്? കേരളം. അതായത് 60 വയസ്സിന് മുകളിൽ ഉള്ള വ്യക്തികളിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത്, റോഡ് ആക്സിഡന്റിലൂടെ മരണം സംഭവിച്ചിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് കേരളമാണ്. എന്നാൽ ടോട്ടൽ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ഉത്തർപ്രദേശ് ആണ്. 2013 മുതൽ 2022 വരെ 40,389 മരണങ്ങളുമായി രാജ്യത്തെ മൊത്തം റോഡ് അപകട മരണങ്ങളുടെ എണ്ണത്തിൽ കേരളത്തിന്റെ റാങ്ക് എത്രയാണ്? 16ാം റാങ്ക്. ഇന്ന് ഏറ്റവും ടോപ്പ് ലെവലിലെ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഉത്തർപ്രദേശ്, തമിഴ്നാട്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്. കേരളത്തിന്റെ റാങ്ക് ആണ് 16th റാങ്ക്. എന്നാൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്ന സിറ്റി എന്ന് പറയുമ്പോൾ അത് ഡൽഹിയാണ്. തൊട്ടുപിറകെ ബാംഗ്ലൂരു, 3ാം സ്ഥാനത്ത് ജയ്പൂർ. മറ്റൊരു ന്യൂസ് ഹെഡിംഗ് ആണ്: ഉസ്താദ് സക്കീർ ഹുസൈൻ പാസസ് അവേ അറ്റ് 73. ഉസ്താദ് സക്കീർ ഹുസൈൻ 73ാം വയസ്സിൽ അന്തരിച്ചു. ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നലത്തെ വാർത്തയാണ്. എന്നാൽ മിക്കവാറും പത്രങ്ങളിൽ ഈ വാർത്ത വന്നിട്ടില്ല. അതായത് ഉസ്താദ് സക്കീർ ഹുസൈൻ ഇന്നലെ അന്തരിച്ച കാര്യം. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 15 അന്തരിച്ച ഇതിഹാസ സംഗീതജ്ഞൻ സക്കീർ ഹുസൈൻ ഏത് ഉപകരണത്തിൽ പ്രശസ്തനായിരുന്നു? തബല. തബലയിൽ പ്രശസ്തനായിട്ടുള്ള വ്യക്തിയായിരുന്നു ഉസ്താദ് സക്കീർ ഹുസൈൻ. അദ്ദേഹം ഇന്നലെ അന്തരിച്ചു. 1951 മാർച്ച് 9ാം തീയതിയാണ് അദ്ദേഹം മുംബൈയിൽ ജനിച്ചത്. 2024 ഡിസംബർ 15 US-ൽ വെച്ച് അദ്ദേഹം 73ാമത്തെ വയസ്സിൽ അന്തരിച്ചു. പത്മഭൂഷൺ പോലെയുള്ള നിരവധി അവാർഡുകൾ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ. വളരെ പ്രശസ്തനായിട്ടുള്ള തബലിസ്റ്റായിരുന്നു അദ്ദേഹം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ടു സ്ട്രെങ്തൻ ഇറ്റ്സ് ഹൈവേ പെട്രോൾ സർവീസസ് വിത്ത് രാജ്മാർഗ് സാത്തി. രാജ്മാർഗ് സാത്തി ഉപയോഗിച്ച് ഹൈവേ പെട്രോൾ സേവനങ്ങൾ ശക്തിപ്പെടുത്തും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പുതിയ ഒരു ഹൈവേ പെട്രോൾ സർവീസ് ആരംഭിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഹൈവേ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി റോഡ് പെട്രോളിംഗ് വാഹനങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേര് എന്താണ്? രാജ്മാർഗ് സാത്തി. രാജ്മാർഗ് സാത്തി എന്ന പേരിലാണ് ഇപ്പൊ പുതിയ തരത്തിലുള്ള ഒരു റോഡ് പെട്രോളിംഗ് വെഹിക്കിൾസ് വാഹനം ആരംഭിക്കുന്നത്. ഇത് ആരംഭിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. ഈ ഒരു വാഹനത്തിന്റെ പ്രത്യേകത ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഉപകരണങ്ങൾ, എന്നാൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സർവീസ് നൽകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് രാജ് സാത്തി എന്ന് പറയുന്ന ഒരു പുതിയ വാഹനം പെട്രോളിംഗിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി NHAI, അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ആരംഭിക്കുന്നത്. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ അഭിപ്രായത്തിൽ ഒരു പുതിയ രാജ്മാർഗ് സാത്തി റോഡ് പെട്രോളിംഗ് വെഹിക്കിൾ എത്ര വർഷം ഉപയോഗിക്കും? 3 വർഷം. രാജ്മാർഗ് സാത്തി എന്ന വെഹിക്കിൾ, ആ വാഹനം ഹൈവേയിൽ ഈ ഒരു പെട്രോളിംഗിന് വേണ്ടി 3 വർഷം മാത്രമേ ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ ആയിക്കഴിഞ്ഞാൽ ആ വാഹനം മാറ്റിക്കൊണ്ട് പുതിയ വാഹനം ഏർപ്പെടുത്തും. അതാണ് രാജ്മാർഗ് സാത്തി എന്ന് പറയുന്ന വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 3 വർഷം വരെ ആയിരിക്കുള്ളൂ മാക്സിമം ആ വാഹനം ഉപയോഗിക്കുക. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരി.
കേന്ദ്രത്തിന്റെ റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ് നിതിൻ ഗഡ്കരി. 2014 മുതൽ നിതിൻ ഗഡ്കരിയാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി. നിധി സ്റ്റാൻഡ്സ് ടോൾ ആസ് ഇന്ത്യ റീറ്റെയിൻസ് വിമൻസ് ഏഷ്യ കപ്പ്. വനിതകളുടെ ഏഷ്യ കപ്പ് ഇന്ത്യ നിലനിർത്തിയപ്പോൾ നിതിൻ തലയുയർത്തി നിൽക്കുന്നു. ഇന്ത്യക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്പോർട്സ് വാർത്തയാണ്, അതായത് വിമൻസ് ഏഷ്യ കപ്പ് ഇന്ത്യ നിലനിർത്തി. ഇതിനുവേണ്ടി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന വ്യക്തിയാണ് നിധി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2024 ഡിസംബർ 15 വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയ ടീം ഏത്? ഇന്ത്യ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തയാണ്, അതായത് ഡിസംബർ 15 ഇന്ത്യ വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി നിലനിർത്തി. കഴിഞ്ഞ വർഷം ഇന്ത്യ ആയിരുന്നു, ഈ വർഷം ഇന്ത്യ തന്നെയാണ് ഈ ഒരു കപ്പ് നിലനിർത്തിയിട്ടുള്ളത്. 2024 വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ കിരീടം നേടിയത്? ചൈന. ചൈനയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യ ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇന്ത്യ തന്നെയായിരുന്നു. എന്നാൽ ചൈന 3 പ്രാവശ്യം നേടിയിട്ടുള്ള ഒരു കിരീടമാണ്, ഒരു ട്രോഫിയാണ് വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം. 2024 ഏത് സ്ഥലത്താണ് വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി നടന്നത്? മസ്കറ്റ്, ഒമാൻ. ഒമാനിലെ മസ്കറ്റിലാണ് 2024 വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി മത്സരം നടന്നിട്ടുള്ളത്. ഇന്ത്യ ചൈനയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കിരീടം കരസ്ഥമാക്കിയിട്ടുള്ളത്. 2024 വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടാൻ ഇന്ത്യയെ നയിച്ച 3 പെനാൽറ്റികൾ രക്ഷിച്ച ഇന്ത്യൻ ഗോൾ കീപ്പറുടെ പേരെന്താണ്? ഗോൾ കീപ്പർ നിധി. നിധിയുടെ അപാരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഇന്നലെ ഇന്ത്യക്ക് ഈ ഒരു കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. 3 പെനാൽറ്റി ഷോട്ട് സേവ് ചെയ്തുകൊണ്ടാണ് നിതിൻ ഗഡ്കരിയുടെ അപാരമായിട്ടുള്ള പെർഫോമൻസിലൂടെ തന്നെ ഇന്ത്യക്ക് ഈ ഒരു കിരീടം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഫോർമർ ഫുട്ബോളർ മിഖേൽ കവേലഷ്വലി ബിക്കംസ് ജോർജിയസ് പ്രസിഡന്റ്. മുൻ ഫുട്ബോൾ താരം മിഖേൽ കവേലഷ്വലി ജോർജിയയുടെ പ്രസിഡന്റായി. ഒരു ഫുട്ബോൾ താരം ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് ആവുക അത് വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒന്നാണ്. ജോർജിയ എന്ന രാജ്യം ഇതിന്റെ പുതിയ പ്രസിഡന്റ് ആണ് മുൻ ഫുട്ബോൾ താരമായിട്ടുള്ള മിഖേൽ കവേലഷ്വലി. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ജോർജിയയുടെ പ്രസിഡന്റായി നിയമിതനായ മുൻ മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ കളിക്കാരന്റെ പേര് മിഖേൽ കവേലഷ്വലി. മാഞ്ചസ്റ്റർ എന്ന ക്ലബിനു വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് ജോർജ് കവേലഷ്വലി. ഇദ്ദേഹമാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ജോർജിയ എന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ജോർജിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ്? സലോമി സോറാബിച്വലി. ജോർജിയ എന്ന രാജ്യത്തിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ആണ് സലോമി സോറാബിച്വലി. ഈ മാസം സ്ഥാനം ഒഴിയുകയാണ്. ആ ഒരു സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ജോർജിയയുടെ പുതിയ പ്രസിഡന്റ് ആയിട്ട് മിഖേൽ കവേലഷ്വലി ഇലക്ടഡ് ആയിട്ടുള്ളത്. ജോർജിയ ഇലക്ടർ കോളേജിലെ 225 അംഗങ്ങളിൽ എത്ര അംഗങ്ങൾ മിഖേൽ കവേലഷ്വലിക്ക് വോട്ട് ചെയ്തു? 224 അംഗങ്ങൾ. അതായത് 225 ഇലക്ടറൽ കോളേജിലുള്ള അത്രയും മെമ്പേഴ്സ് ഉള്ള ആ ഒരു ഇലക്ഷനിലാണ് 224 വോട്ട് നേടിക്കൊണ്ട് മിഖേൽ കവേലഷ്വലി ഈ ഒരു സ്ഥാനത്തേക്ക് എത്തിയിട്ടുള്ളത്. ജോർജിയയുടെ തലസ്ഥാനം ഏതാണ്? ടിബിലിസി. ഏതാണ്ട് 38 ലക്ഷം ജനങ്ങളാണ് ജോർജിയയിലുള്ളത്. ഒരു വളരെ ചെറിയ രാജ്യമായിട്ടുള്ള, എന്നാൽ ഇത് യൂറോപ്പ്, ഏഷ്യ ഇത് രണ്ടിലും അടങ്ങുന്ന രാജ്യമാണ് ജോർജിയ. ഈ രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആണ് ടിബിലിസി. ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ നവംബർ 2024 അനൗൺസ്ഡ്. ICC മെൻസ് പ്ലെയർ ഓഫ് ദി മന്ത് ഫോർ നവംബർ 2024 അനൗൺസ്ഡ്. 2024 നവംബറിലെ ICC പുരുഷ താരത്തെ പ്രഖ്യാപിച്ചു. 2024 നവംബറിലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ പുരുഷന്മാരുടെ മികച്ച കളിക്കാരനായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഹാരിസ് റൌഫ്, പാകിസ്ഥാൻ പ്ലെയർ ആയിട്ടുള്ള ഹാരിസ് റൌഫ് ആണ് 2024 നവംബറിലെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുരുഷന്മാരുടെ മികച്ച കളിക്കാരനായിട്ട് സെലക്ട് ആയിട്ടുള്ളത്. ഓസ്ട്രേലിയൻ ടീമിനെതിരെ നടന്നിട്ടുള്ള ഒരു തകർപ്പൻ വിജയമാണ് ഹാരിസ് റൌഫിന് ഈ ഒരു അവാർഡ് നേടാൻ സാധിച്ചിട്ടുള്ളത്. 2024 നവംബറിലെ ICC വനിതാ താരമായി ആരാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? ഡാനി വ്യാറ്റ് ഹോഡ്ജ്, ഇംഗ്ലണ്ട് താരമായിട്ടുള്ള ഡാനി വ്യാറ്റ് ഹോഡ്ജ് ആണ് ICC വിമൻസ് പ്ലെയർ ഓഫ് ദ മന്ത് ആയിട്ട് സെലക്ട് ആയിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ICC അവാർഡുകൾ നേടിയ ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയാണ് ഏറ്റവും കൂടുതൽ ICC അവാർഡ് നേടിയിട്ടുള്ള ഇന്ത്യൻ താരം. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ലാസ്റ്റ് ഹെഡിംഗ് ആണ് ബംഗ്ലാദേശ്
സെറ്റ് ടു സെലിബ്രേറ്റ് വിക്ടറി ഡേ ഓൺ മൺഡേ. ബംഗ്ലാദേശ് തിങ്കളാഴ്ച വിജയദിനം ആഘോഷിക്കും. ഇന്ന് തിങ്കളാഴ്ച ബംഗ്ലാദേശ് വിജയദിനം ആഘോഷിക്കുകയാണ്. നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഏത് രാജ്യമാണ് 2024 ഡിസംബർ 16 വിജയദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? ബംഗ്ലാദേശ്. എല്ലാ വർഷവും ഡിസംബർ 16 ബംഗ്ലാദേശ് വിജയദിനം ആഘോഷിക്കുന്നത്. ഈ വർഷം ഇന്ന് ഡിസംബർ 16 ബംഗ്ലാദേശ് വിജയ് ദിനമായിട്ട് ആഘോഷിക്കുകയാണ്. പാകിസ്ഥാൻ അധിനിവേശ സേന കീഴടങ്ങിയതിനു ശേഷം ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായി സ്വതന്ത്രമാക്കിയ വർഷം 1971. 1971 ബംഗ്ലാദേശ് എന്ന രാജ്യം ഫോം ആയിട്ടുള്ളത്. പാകിസ്ഥാന്റെ അധിനിവേശ സേന കീഴടക്കിയ ശേഷമാണ് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറിയിട്ടുള്ളത്. ഇത് 1971. ബംഗ്ലാദേശിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ബംഗ്ലാദേശിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ. ബംഗ്ലാദേശ് എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമാണ് ധാക്ക. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സും അതുമായി ബന്ധപ്പെട്ട GK ആണ് ഇന്നിവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 22ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യം ഇതുപോലെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഓരോ കോമ്പറ്റീഷനിലും വിജയിക്കാൻ സാധിക്കും. ജേഡ്സ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.